ഹായ് ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ റെസിപ്പി ഒരു നാടൻ കറിയാണ്. നമ്മുടെ മാങ്ങയും ഉണക്കച്ചെമ്മീനും ചേർത്തിട്ടുള്ള ഒരു ഒഴിച്ചുകറി കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഈ ഒരു ഒഴിച്ചുകറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നമ്മുടെ ഉണക്കച്ചെമ്മീനും മാങ്ങയും ചേർന്നിട്ടുള്ള ഈ ഒരു കറി തയ്യാറാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. നമ്മളിപ്പോൾ ഒരു മാങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കായിട്ട് ഇതിങ്ങനെ കയ്യിലെടുക്കുമ്പോൾ ഒരു പിടി ഉണക്കച്ചെമ്മീൻ എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 പച്ചമുളകും 2-3 ഉള്ളി എടുത്തിട്ടുണ്ട്. 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് മുളക് പൊടി, മഞ്ഞൾപ്പൊടി കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് 2 രീതിയിൽ ചെയ്യാം കേട്ടോ. ഉണക്കച്ചെമ്മീൻ ഇതുപോലെ തന്നെ ചട്ടിയിലേക്കിട്ട് മാങ്ങയുടെ കൂടെ ചേർത്ത് വേവിച്ചിട്ടും കറി ഉണ്ടാക്കാം, വറുത്ത് പൊടിച്ചിട്ടും കറി ഉണ്ടാക്കാം. അപ്പോൾ ഞാനിത് ഒന്ന് ചട്ടിയിൽ വറുത്തിട്ടാണ് കറി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും നമ്മുടെ കറിക്ക്. നിങ്ങൾക്ക് എളുപ്പത്തിന് വേണമെന്നുണ്ടെങ്കിൽ മാങ്ങയും ഉണക്കച്ചെമ്മീനും ഒരുമിച്ച് തന്നെ ചട്ടിയിലേക്ക് ചേർത്തിട്ട് വേവിച്ച് കറിയാക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഉണക്കച്ചെമ്മീനൊന്ന് വേവിച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മളൊരു ചട്ടി ചൂടാക്കിയിട്ടുണ്ട്. ഞാൻ ഈ ചട്ടിയിൽ തന്നെയാണ് കറി ഉണ്ടാക്കുന്നത്, അതുകൊണ്ടാണ് ഈ ചട്ടി ചൂടാക്കി എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി തലയൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം. ഞാനിത് വറുത്ത് ഒന്ന് ചെറുതായിട്ട് പൊടിച്ചിട്ടാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് പൊടിക്കണം എന്ന് നിർബന്ധമില്ലെങ്കിൽ പൊടിക്കണ്ട കേട്ടോ, വറുത്തിട്ട് കറിയാക്കുക, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇനി ഉണക്കച്ചെമ്മീൻ എണ്ണയൊന്നും ചേർക്കണ്ട. എണ്ണയൊന്നും ചേർക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കുക. കുറച്ച് സമയം എടുക്കും ഇതുപോലെ ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്ക് നമ്മുടെ മാങ്ങയുടെ തൊലിയൊക്കെ കട്ട് ചെയ്ത് മാങ്ങ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്ത് വയ്ക്കാം. ഉണക്കച്ചെമ്മീൻ ഒന്ന് റോസ്റ്റായി വരട്ടെ. അപ്പോൾ നമ്മുടെ ഉണക്കച്ചെമ്മീൻ നമ്മൾ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്കിത് മിക്സിയിലൊന്ന് പൾസ് ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ പൾസ് ചെയ്തെടുക്കാം. ഞാനപ്പോൾ ആദ്യം അങ്ങനെയാണ് പ്ലാൻ ചെയ്തത്. പിന്നെ ഇപ്പോൾ രാജീവേട്ടൻ പറഞ്ഞു മിക്സിയിൽ പൊടിച്ചെടുക്കണ്ട, നമുക്ക് ഇടയ്ക്ക് കടിക്കാൻ കിട്ടുന്ന രീതിയിൽ ഉണക്കച്ചെമ്മീൻ അങ്ങനെ തന്നെ ചേർക്കാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാനിപ്പോൾ പൾസ് ചെയ്തെടുക്കുന്നില്ല കേട്ടോ, ഇത് ചട്ടിയിൽ നിന്ന് മാറ്റാണ്. ഇനി ഇതേ ചട്ടിയിലേക്ക് തന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർക്കുന്നത്. ആദ്യം ചേർക്കുന്നത് മാങ്ങയാണ്. ഫ്ലെയിം കുറച്ച് വെച്ചിരിക്കാൻ കേട്ടോ ഞാൻ. മാങ്ങയുടെ കൂടെ തന്നെ നമ്മുടെ പച്ചമുളക് ഉണ്ടല്ലോ നമ്മൾ എടുത്ത് വെച്ചത്, പച്ചമുളകിൻ്റെ എരിവാണ് ഈ ഒരു കറിക്ക് മെയിനായിട്ട് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് 2ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കുന്നുണ്ട്. നീളം കൂടിയ പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ ഞാനിങ്ങനെ 2ആയിട്ട് കട്ട് ചെയ്തിടുന്നത്. നീളം കുറവുള്ള പച്ചമുളകാണെങ്കിൽ ഒന്ന് സ്പ്ലിറ്റ് ചെയ്ത് മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് വെള്ളം ചേർക്കാം. 1 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. ഇനി ഫ്ലെയിം കൂട്ടി വയ്ക്കാം. 1 തണ്ട് കറിവേപ്പില, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി, നമ്മുടെ കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ്, ഇത്രയും ചേർത്ത് നന്നായിട്ട് ഒന്ന് ഇളക്കി അടച്ചു വെച്ച് കുക്ക് ചെയ്യണം. മാങ്ങ ഒരു ഹാഫ് കുക്കായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ഉണക്കച്ചെമ്മീൻ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ ഉണക്കച്ചെമ്മീൻ ചേർക്കണ്ട. എന്താണെന്ന് വെച്ചാൽ വറുക്കാത്ത ഉണക്കച്ചെമ്മീനേക്കാളും കുക്കിംഗ് ടൈം കുറവാണ്, അതുകൊണ്ടാണ് ഇപ്പോൾ തന്നെ ചേർക്കണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഇതൊന്ന് കുക്കായി വരട്ടെ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ട അരപ്പ് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്നത് മിക്സിയുടെ ജാറിലേക്ക് മാറ്റാം. ഇതിലേക്ക് ജീരകത്തിൻ്റെ ഫ്ലേവർ താല്പര്യമുണ്ടെങ്കിൽ 1/4 ടീസ്പൂൺ ചെറിയ ജീരകം ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ചേർക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നോൺ വെജ് കറികളിലൊക്കെ ജീരകം ചേർത്ത് അരച്ചിട്ടുണ്ടെങ്കിൽ അത്ര ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ജീരകം ചേർക്കാത്തത്. അപ്പോൾ ഞാനിതൊന്ന് അരച്ചെടുക്കട്ടെ. അപ്പോൾ നമ്മുടെ തേങ്ങ നമ്മൾ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ അരയ്ക്കുമ്പോൾ ഇതിലേക്ക് 1-2 പച്ചമുളക് ചേർത്ത് അരയ്ക്കാം കേട്ടോ. നമ്മളിപ്പോൾ ആവശ്യത്തിന് പച്ചമുളക് നമ്മുടെ മാങ്ങയിലേക്ക് ചേർത്തിട്ടുള്ളതുകൊണ്ടാണ് ഞാനിതിലേക്ക് വേറെ ഒന്നും ആഡ് ചെയ്യാതെ അരച്ചെടുത്തത്. അപ്പോൾ നമുക്ക് ഈ അരപ്പ് മാറ്റി വയ്ക്കാം. നമ്മുടെ മാങ്ങ ഒന്ന് കുക്കായി തുടങ്ങട്ടെ. അപ്പോൾ നമ്മുടെ മാങ്ങ ഇപ്പോൾ 1/4 ഭാഗം കുക്കായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്കിനി നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന ചെമ്മീൻ ചേർത്ത് കുക്ക് ചെയ്തെടുക്കാം. ഇനി ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്കായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ഒരു 5 മിനിറ്റും കൂടി കുക്കായി വരട്ടെ. അപ്പോൾ നമ്മുടെ മാങ്ങയും ചെമ്മീനും എല്ലാം നന്നായിട്ട് കുക്കായി. നമ്മൾ വെച്ചിരുന്ന വെള്ളമൊക്കെ വറ്റി വരുന്നുണ്ട്. ഇതിലേക്ക് ഇനി ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് അരപ്പ് ചേർത്ത് കൊടുക്കാം. ഇതേ മിക്സിയുടെ ജാറിലേക്ക് തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. തിളക്കരുത്, ആവി വരാനേ പാടുള്ളൂ. തിള വരുന്നത് വരെ നമ്മൾ തിളപ്പിച്ചുകൊണ്ടിരിക്കരുത്. ചെറുതായിട്ടൊന്ന് ആവി വന്നു കഴിയുമ്പോൾ നമുക്ക്
ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഈ സമയത്ത് ഉപ്പൊക്കെ ചെക്ക് ചെയ്യുക. ഉപ്പ് കുറവാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. എരിവ് കുറവാണെങ്കിൽ 1-2 പച്ചമുളക് സ്പ്ലിറ്റ് ചെയ്ത് വീണ്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. ഈ ഒരു സ്റ്റേജിൽ പച്ചമുളകൊക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എരിവ് ഇറങ്ങിക്കോളും. അപ്പോൾ നന്നായിട്ടൊന്ന് ചൂടായി വരട്ടെ. അപ്പോൾ ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് വറവിടാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കുക. നമ്മൾ എടുത്ത് വെച്ചിരുന്ന ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് വെക്കുക. അതുപോലെ വറ്റൽമുളകും എല്ലാം റെഡിയാക്കി വെക്കുക. പിന്നെ ഈ ഒരു കറിക്ക് ഈ കളർ ഉണ്ടാവുള്ളൂ കേട്ടോ, അധികം മഞ്ഞ കളർ ഉണ്ടാവില്ല. എന്ന് വെച്ചാൽ നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടിയല്ലേ ചേർത്തിട്ടുള്ളൂ. അപ്പോൾ അധികം മഞ്ഞൾപ്പൊടി വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇപ്പോഴല്ല, നമ്മൾ കഷ്ണങ്ങൾ വേവിക്കാൻ വയ്ക്കുമ്പോൾ തന്നെ ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി. ഇപ്പോൾ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു പച്ച ടേസ്റ്റ് നിൽക്കും. ഇതിലേക്ക് പിന്നെ മുരിങ്ങക്കോല് ചേർത്തിട്ട് ഈ ഒരു കറി ഉണ്ടാക്കാം. അതുപോലെ തന്നെ മാങ്ങ ഒഴിവാക്കിയിട്ട് മുരിങ്ങക്കോലും തക്കാളിയും ചേർത്തിട്ട് ഈ ഒരു കറി ഉണ്ടാക്കാം, ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ട്. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് പല രീതിയിൽ വ്യത്യാസം വരുത്തി ചെയ്യാവുന്ന കറിയാണ് കേട്ടോ. അപ്പോൾ പച്ചച്ചെമ്മീൻ എല്ലാവർക്കും എപ്പോഴും അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ ഉണക്കച്ചെമ്മീൻ ചേർത്തിട്ടും ഇതുപോലെയുള്ള കറികൾ റെഡിയാക്കാം. അപ്പോൾ മൺചട്ടി ആയതുകൊണ്ട് തന്നെ കറി വേഗം തിളയ്ക്കും. അപ്പോൾ ഞാനിതൊന്ന് ആവി വരുന്നുണ്ട്, ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് മാറ്റി വയ്ക്കുകയാണ്. ഒരു മിനിറ്റും കൂടി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചട്ടിയുടെ ചൂടുകൊണ്ട് കറി തിളച്ച് വരും. അത് ആ തിള ഒഴിവാക്കാനാണ് നമ്മളൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മൺചട്ടി അല്ലാന്നുണ്ടെങ്കിൽ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് വറവിടാനുള്ള ഒരു പാൻ വയ്ക്കാം. അപ്പോൾ നമ്മുടെ പാൻ ചൂടായി വരുന്നുണ്ട്. നമുക്കിതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് വറവിടുമ്പോൾ സാധാരണ വറവിടുന്ന പോലെയല്ല, നമ്മൾ കുറച്ച് കാര്യങ്ങളും കൂടി ചേർത്തിട്ടാണ് വറവിടുന്നത്. അപ്പോൾ വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി വരട്ടെ. അപ്പോൾ നമ്മുടെ വെളിച്ചെണ്ണ ചൂടായി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉലുവയും കൂടി ചേർക്കാം. നമ്മൾ ഉണക്കച്ചെമ്മീൻ ചേർത്തത് കൊണ്ടാണ് ഉലുവ ചേർക്കുന്നത് വറവിടാനായിട്ട്. ഇനിയിപ്പോൾ നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉള്ളി ചേർത്ത് കൊടുക്കാം. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് ഈ സമയത്ത് തന്നെ 4 വറ്റൽമുളകും കൂടി ഞാൻ ചേർക്കുന്നുണ്ട്. ഈ ഉള്ളി ഒന്ന് കളർ മാറി വരട്ടെ. ഇതിൽ ഉലുവ ഇടേണ്ടത് നിർബന്ധമാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ അപ്പോഴേ നമ്മുടെ കറിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. ഉലുവ ചേർത്ത് വറവിട്ടാലേ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ഉണക്കച്ചെമ്മീനാണെങ്കിലും പച്ചച്ചെമ്മീനാണെങ്കിലും നമ്മൾ ഉലുവ ചേർത്ത് തന്നെയാണ് വറവിടുന്നത്. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് മാറി തുടങ്ങുന്നുണ്ട്. നമുക്കിതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലയും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ വറവ് നമ്മൾ കറിയിലേക്ക് ചേർക്കുകയാണ്. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക. എന്താണെന്ന് വെച്ചാൽ ആ ഉലുവയുടെ ഫ്ലേവറൊക്കെ നമ്മുടെ കറിയിലേക്ക് പിടിച്ചു വരാനാണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് അടച്ചു വയ്ക്കുക എന്ന് പറയുന്നത്. അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് തുറന്നിട്ട് നമുക്ക് കറി ഉപയോഗിക്കാം. പക്ഷേ നന്നായിട്ട് ചൂട് മാറിയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നന്നായിട്ട് ഇഷ്ടപ്പെടും. ചോറിൻ്റെ കൂടെ വളരെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ കടും പുളിയുള്ള നല്ല സ്ട്രോങ് ആയിട്ടുള്ള പുളിയുള്ള മാങ്ങ എടുക്കുന്നതിനേക്കാൾ ചെറിയ പുളിയുള്ള മാങ്ങ എടുക്കുന്നതാണ് നല്ലത്. പിന്നെ നിങ്ങൾക്ക് കൂടുതൽ പുളി താല്പര്യമാണെങ്കിൽ നല്ല പുളിയുള്ള മാങ്ങ ഉപയോഗിക്കാം. അപ്പോൾ എന്തായാലും എല്ലാവരും ഈ ഒരു റെസിപ്പി ഒന്ന് ചോറിൻ്റെ കൂടെ ട്രൈ ചെയ്ത് നോക്കൂ. അതിനുശേഷം നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട റെസിപ്പി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണ്, നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ എന്തായാലും നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.